കോൺഗ്രസ് പുനഃസംഘടനയിലെ തർക്കത്തിൽ ഇടപെട്ട് ഹൈക്കമാൻഡ്. മുതിർന്ന നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ്. നാളെ ദേശീയ നേതൃത്വം സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, ഇത് ഒരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ട് മുഖം മിനുക്കാൻ ഒരു പുനഃസംഘടന നടത്തുക, പക്ഷെ അത് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറ്റിമറിച്ചു എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പല ഭാഗത്തും വരികയും ചെയ്യുക. പ്രത്യേകിച്ച് ഏത് തരത്തിൽ ഒരു സമവായമാണ് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ നീക്കങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ? അപർണ, കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വൈസ് പ്രസിഡന്റുമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ മുതിർന്ന നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് ഹൈക്കമാൻഡിന്റെ സമവായ നീക്കം. അതായത് സെക്രട്ടറിമാരുടെ പട്ടിക കൂടി ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് ഉറച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ KPCCയുടെ നേതൃയോഗം കഴിഞ്ഞ ദിവസം ചേരാനിരുന്ന യോഗം തന്നെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഉടൻ പ്രശ്നപരിഹാരത്തിന് എന്നോണം ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളോട് നാളെ ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുൻ KPCC അധ്യക്ഷനും പ്രവർത്തക സമിതി അംഗവുമായ K സുധാകരൻ ഉൾപ്പെടെ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ചില അതൃപ്തി പരസ്യമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഉൾപ്പെടെയുള്ളവരോടും ഡൽഹിയിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദേശീയ നേതൃത്വം നടക്കുന്ന സമവായ ചർച്ചകളിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡ് ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുവരിക എന്നൊരു വലിയ വെല്ലുവിളി നേതൃത്വത്തിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് തിടുക്കത്തിൽ പ്രശ്നപരിഹാരത്തിനായി നാളെ തന്നെ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താൻ ആലോചിക്കുന്നത്. പ്രശ്ന പരിഹാരത്തിന് ഹൈക്കമാൻഡ് തന്നെ ഇടപെടുന്നു. കോൺഗ്രസ് പുനഃസംഘടനയുമായി KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നു. സണ്ണി ജോസഫിനെ അടക്കമെന്നുള്ള വിവരങ്ങളാണ് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്.